ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഇത്താസ് കിച്ചൺ. ഒരു ഇഫ്താർ സ്പെഷ്യൽ കബ്സ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും ഉലുവയും ജീരകം കൂടി ചേർത്തത് 3 കൂടി 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 ഗ്രാമ്പു, ഏലക്ക, ചെറിയ തുണ്ട് പട്ട ഇത് ചേർത്തിട്ട് അപ്പോൾ തന്നെ അതിലേക്ക് ഒരു വലിയ സവാള നല്ല നൈസായി അരിഞ്ഞത് അതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇവയെല്ലാം നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബ് ഇതിലിട്ട് തന്നെ മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മെൽറ്റായി വരുന്നത് ഒന്ന് ഇളക്കി നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. മാഗി ക്യൂബൊക്കെ അതിൽ മെൽറ്റാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലോട്ട് ഒരു ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലോട്ട് 1 കപ്പ് ടൊമാറ്റോ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് ടൊമാറ്റോ ജ്യൂസാക്കി എടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ മസാലയ്ക്ക് നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലോട്ട് ഇതിൻ്റെ മെയിൻ മസാല, അതായത് കബ്സ മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കബ്സ പാക്കറ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. അതിൽ കബ്സൻ്റെ എല്ലാ മസാലകളും ഉണ്ടാവും. അതുകൊണ്ടൊന്നും സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതിലോട്ട് ഞാൻ കബ്സ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മസാലകളെല്ലാം നന്നായിട്ട് റെഡിയായി വരുമ്പോൾ നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ കബ്സ പാക്കറ്റിൽ റെഡിമെയ്ഡായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് ഈ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ മസാലയും കൂടി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസിലെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് മസാലയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതായത് ഒരു ഹാഫ് ബോയിൽ ആവുന്നതുവരെ വേവിച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റോളം നമുക്ക് ചിക്കൻ മസാലയിൽ വെച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇതിനെ അടച്ച് വെച്ചിട്ട് ഹാഫ് ബോയിൽ ആവുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കന് ഇവിടെ ഹാഫ് ബോയിൽ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ മസാലയിൽ നിന്നും ചിക്കൻ പീസുകൾ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് റൈസ് വേവിച്ചെടുക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടി 4.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ബസ്മതി റൈസിന് വേവ് കൂടുതലായതോടെ ഇങ്ങനെ 4.5 കപ്പ് എടുത്തത്. പിന്നെ അതേപോലെ ബസ്മതി റൈസ് 1.5 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കുകയും ചെയ്തിരുന്നു. ഈ വെള്ളം തളിച്ച് വരുന്ന ടൈം നമുക്ക് അപ്പുറത്തെ സ്റ്റവിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ ടൈം നമുക്ക് റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
റൈസ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക വേണ്ടത്. ഈ ടൈം നമ്മുടെ ചിക്കന് അപ്പുറത്തെ സ്റ്റവിൽ ഫ്രൈ ആക്കാണ്ട് വെച്ചിരിക്കണേ, അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ 90% കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ദം ചെയ്ത് കുക്കാക്കി എടുക്കുന്നതിന് വേണ്ടത് ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് കുക്കാക്കി എടുക്കണം. അപ്പം നമുക്കിനി ഇതിലോട്ട് ചിക്കൻ പീസ് ചേർത്ത് വെക്കാം. ഈ റൈസിൻ്റെ മുകളിലോട്ട് ഞാൻ ചിക്കൻ പീസിൽ ചേർത്താണ് ഇതിനെ ദം ചെയ്തെടുക്കുന്നത്. ചിക്കൻ പീസെല്ലാം ഇതിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനെ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം ദം ചെയ്തെടുക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇഫ്താർ സ്പെഷ്യൽ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി അതേപോലെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോ ഒക്കെ പോയി കണ്ടു നോക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.